ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സാന്റിയാഗോ ബെർണാബോയിൽ വെച്ചുകൊണ്ട് നടന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് റയൽ ചിരവരികളായ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ റയലിന് നേടാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു 4-5 ഗോളുകൾക്കൊക്കെ റയൽ വിജയിക്കേണ്ടതായിരുന്നു എന്നാണ് റയലിൻ്റെ ആരാധകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ സംതൃപ്തി ഈ മത്സരത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ റയലിൻ്റെ പ്രകടനം അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കിലിയൻ എംബപ്പെ മികച്ച പ്രകടനമാണ് മത്സരത്തിൽ പുറത്തെടുത്തിട്ടുള്ളത്. അതായത് ഒരു നിർണായക ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ശരിയാണ്, ഒരു പെനാൽറ്റി അദ്ദേഹം പാഴാക്കി. അത് മാറ്റി നിർത്തിയാൽ മികച്ച പ്രകടനമാണ് എംബപ്പെ പുറത്തെടുത്തിട്ടുള്ളത്. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ഗോൾ അദ്ദേഹം നേടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5 ഷോട്ടുകൾ മത്സരത്തിൽ എംബപ്പെ ഉതിർത്തിട്ടുണ്ട്. അതിൽ 3 ടാർഗറ്റിലേക്കായിരുന്നു. ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട്. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് അദ്ദേഹമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കണക്ക് കൂടി ഇവിടെയുണ്ട്. അതായത് എപ്പോഴും ബാഴ്സലോണക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് സാധിക്കുന്നു. അതായത് 9 മത്സരങ്ങളാണ് ഇതുവരെ ബാഴ്സലോണക്കെതിരെ റയലിന് വേണ്ടിയും അതുപോലെ തന്നെ PSG വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 12 ഗോളുകൾ നേടാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 ഹാട്രിക്കുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 2 തവണയാണ് അവേ ഹാട്രിക്ക് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് 2 തവണ ഹാട്രിക് പൂർത്തിയാക്കാൻ ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 12 ഗോളുകൾ, ഒരു അസിസ്റ്റ് എന്നിങ്ങനെയാണ് ബാഴ്സലോണക്കെതിരെ 9 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും ഹാട്രിക്ക് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ FC ബാഴ്സലോണയുടെ ഒരു ഒഫീഷ്യൽ മർദ്ദകനാണ് കിലിയൻ എംബപ്പെ എന്നാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ റയലിൻ്റെ ആരാധകർ പറയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.